പലരും സെഷനിൽ ചോദിക്കുന്ന, എസ്പെഷ്യലി ഫീമെയിൽസ് ആണ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഇമോഷണലി ഡിപ്പെൻഡന്റ് ആവുന്ന ഈ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ എൻ്റെ ഇമോഷണൽ ഡിപ്പെൻഡൻസി എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുക? ഈ ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു നെഗറ്റീവ്ലി അയാൾക്ക് ബുദ്ധിമുട്ടാവുന്നത് പോലെയും നമ്മൾക്ക് സ്വയം ബുദ്ധിമുട്ടാവുന്നത് പോലെയാണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം. അയാളില്ലാതെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അയാളില്ലാതെ നമ്മൾക്ക് ഇമോഷണലി ഓക്കെ ആവാൻ പറ്റുന്നില്ല. നമ്മളെ ഓക്കെ ആക്കണമെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ നിർബന്ധമായിട്ടും വേണം, അയാളാണ് അത് ശരിയാക്കി തരേണ്ടത് എന്നുള്ള രൂപത്തിൽ നമ്മൾ ഫീൽ ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അയാൾ ഇമോഷണലി ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമുക്കൊന്നും സ്വയമായിട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്കതിന് എപ്പോഴും ഒരാളുടെ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്ലെസ് ആണ്, നമ്മളെ കൊണ്ട് ഒന്നിലും സക്സീഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള കൈൻഡ് ഓഫ് തോട്ട്സ് ഉള്ളപ്പോഴാണ് നമുക്ക് ഇമോഷണൽ ഡിപ്പെൻഡൻസി വരിക. അപ്പൊ നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾക്ക് നമ്മളെ ഇഷ്ടമാണോ, നമ്മളുടെ സെൽഫ് എസ്റ്റീം റൈറ്റ് ആയിട്ടുള്ള ലെവലിലാണോ നിൽക്കുന്നത്, സെൽഫ് കോൺഫിഡന്റ് ആണോ, നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിൽ നമുക്ക് നമ്മളെ ഉൾക്കൊള്ളാനും ഇഷ്ടപ്പെടാനും പറ്റുന്നുണ്ടോ? ഈ കാര്യങ്ങളിലാണ് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളിൽ ഒരു സെൽഫ് അവയർനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന രൂപത്തിലേക്ക് ഒരിക്കലും നമ്മൾ മറ്റൊരാളിൽ ഇമോഷണലി ഡിപ്പെൻഡന്റ് ആവില്ല.